പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ടൈംസ് ഇൻ പാർട്ട് ഭാഗങ്ങളിലെ മടങ്ങുകൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം, ചെറിയ ഭാഗമാണ്. നേരത്തെ പഠിച്ചതിൻ്റെ കുറച്ചുകൂടി ഒന്ന് വൈഡായിട്ടുള്ളൊരു ഭാഗമാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 2 liter milk filled 3 bottles, a quarter poured in a glass. How much in the glass? 2 ലിറ്റർ പാല് 3 ബോട്ടിലാക്കി. അതിലൊരു ബോട്ടിലിൻ്റെ ക്വാർട്ടർ, കാൽ ഭാഗം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു. അപ്പോൾ ഗ്ലാസ്സിൽ എത്ര ഉണ്ടാവുന്നത്? ആ ഫസ്റ്റ് 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം കാണണം. 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം, അതാണ് ഒരു ബോട്ടിൽ ഉണ്ടാവുക. 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം. അപ്പോൾ 2 ലിറ്റർ 3 ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ ആൻസർ വരേണ്ടത് 2/3 എന്നാണ്. അഥവാ 2 ഗുണിക്കണം 1/3. 2 ഗുണിക്കണം 1/3. അപ്പോൾ 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം. അപ്പോൾ 2 1 2, 2/3. അതിൻ്റെ 1/4 അതാണ് ഗ്ലാസ്സിൽ ഒഴിക്കണത്. 2 ലിറ്ററിൻ്റെ 1/3 ഭാഗത്തിൻ്റെ 1/4 ഭാഗമാണ് ഗ്ലാസ്സിൽ ഒഴിക്കണത്. അപ്പോൾ 2ൻ്റെ 1/3ൻ്റെ 1/4 ഉണ്ടല്ലേ. 1/3 part of 2 liter. The glass contains 1/4 of this. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2നെ 1/3 കൊണ്ടും അതിൻ്റെ ആ കിട്ടിയ ഉത്തരത്തെ 1/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 1 2, 2/3 കിട്ടും. 2/3നെ 1/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 1 2, 3 4, 12 ആൻസർ വരും. അപ്പോൾ 2 1 2, 2 1 2, 2 തന്നെ ആൻസർ വരിക. 3 4 12 നേരിട്ട് ഗുണിക്കുക. എത്ര ഭിന്നസംഖ്യ നിങ്ങൾ നേരിട്ട് ഗുണിക്കുക. 3 4 12. ഈ 2/12 നമുക്ക് ചെറുതാക്കാം. 2ലും 12ലും 2 പോകും. അപ്പോൾ 2ൽ 1 2, 12ൽ 6 2. അപ്പോൾ 1/6 ആണ് ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, അനദർ പ്രോബ്ലം. 1/2 kilogram റൈസ് 4 bags. 1/2 കിലോഗ്രാം അരി 4 ബാഗിലാക്കി. ഇഫ് വി ടേക്ക് 3 such bags, ടോട്ടൽ റൈസ്. അപ്പോൾ നമ്മൾ 1/2 കിലോ അരി 4 ബാഗിലാക്കി എന്ന് പറഞ്ഞാൽ അതിലൊരു ബാഗ് എത്ര എന്ന് കണ്ടിട്ട് 4ൽ 1 ഭാഗം. 1/2ൻ്റെ 4ൽ 1 ഭാഗമാണ് ഒരു ബാഗിലുണ്ടാവുക. അങ്ങനത്തെ 3 ബാഗിനാണ്. അപ്പം 1/2ൻ്റെ 4ൽ 1 ഭാഗം 1/2 കിലോഗ്രാം റൈസ് 4 ബാഗിലാക്കി പറഞ്ഞാൽ 1/2 കിലോഗ്രാം അരി ഇവിടെ 4ൽ 1 ഭാഗമാണ് ഒരു ബാഗിലുണ്ടാവുക. 4 ഭാഗമാക്കിയാൽ 1 ഭാഗമാണ് ഒരു ബാഗിലുണ്ടാവുക. അങ്ങനത്തെ 3 ബാഗ് എത്രയാണ്? ടോട്ടൽ എത്രയാണ്? അപ്പം അങ്ങനത്തെ 3 ബാഗ്. അപ്പോൾ 1/2 കിലോഗ്രാമിനെ 4 ഭാഗമാക്കിയതിൽ 1 ഭാഗം, അങ്ങനെയുള്ള അതാണ് ഒരു ബാഗിലുണ്ടാവുക. അങ്ങനത്തെ 3 ബാഗ് എത്ര കിലോഗ്രാം? അപ്പം ഇതായിരിക്കും വരിക. ഈ 3 ആദ്യം കൊടുക്കട്ടോ. 3 ഗുണിക്കണം 1. ഇത് ഇങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും ഒക്കെ കറക്റ്റാണ്. 3 വേണേൽ ഇവിടെ കൊടുക്കാം. 3 ഗുണിക്കണം 1/2 ഗുണിക്കണം 1/4 എന്ന് കൊടുക്കാം. 3 ഇവിടെ കൊടുത്താൽ ആൻസർ ശരിയാണ്. 1 1 1 3 3. ഈ 3 മുകളിലാണ് കൂട്ടുക. ഒറ്റക്കുള്ള സംഖ്യയൊക്കെ മുകളിലാണ് കൂട്ടുക. ഇതിൻ്റെ പിന്നെ ശരിക്കും 3/1 ഇങ്ങനെ വരിക. അപ്പം എഴുതേണ്ട ആവശ്യമില്ല. 1 1 1 1 3 3, 2 4 8. അപ്പം ഇതാണ് 3/8. 3/8 കിലോഗ്രാം ആണ് ഒരു 3 ബാഗുകൾ കൂടിയാൽ ആകെ റൈസ്. 1/2 കിലോഗ്രാമിനെ 4 ബാഗിലാക്കിയിട്ട് അതിൽ 3 ബാഗ് കൂടിയാൽ 8ൽ 3 ഭാഗം. 8ൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര അരി ഉണ്ടാവും? അപ്പോൾ ഈ 3/8നെ 1000 കൊണ്ട് ഗുണിച്ചാൽ എത്ര അരി ഉണ്ടാവുമെന്ന് കിട്ടും? 3000 3000. 3000/8. 3000/8. 3 8 24. 6 ബാക്കി 60ൽ എത്ര കിട്ടും?
7 8 56 ബാക്കി 4 0 ഇറക്കി ചെയ്താ 40 5 8 40 അപ്പോൾ 375 ഗ്രാമാണ്. അപ്പം നമ്മൾ പിന്നെ 3/8 എത്ര കിലോഗ്രാം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 1 കിലോഗ്രാം 1000 ഗ്രാമാണ്. 3/8 കിലോഗ്രാം എത്ര ഗ്രാമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 1 കിലോഗ്രാം 1000 ഗ്രാമാണ്. അപ്പം 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 1000 കൊണ്ട് 3/8 1000 കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ 3000 ബൈ 8 ബൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, ഹരിക്കാണ്. 3000/8 എന്നാണ് കിട്ടുക ആൻസർ. 3000-നെ 8 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 375 ആൻസർ കിട്ടും. 375 ഗ്രാമാണ് എന്തുണ്ടാവുക? 3 ബാഗിലും കൂടി അരി ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഉള്ള ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയക്കുക.